हम ऐसे फिर से एक संगति में बैठे हैं, इसलिए मैं परमेश्वर का धन्यवाद करता हूँ। വളരെ സന്തോഷമുള്ള ഈ രാവിലെ സമയത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. एक बहुत ही मनोहर सुबह परमेश्वर ने दिया, इसलिए मैं परमेश्वर को धन्यवाद करता ഒരു हूँ। പ്രാവശ്യം കൂടെ സന്തോഷമുള്ള ദൈവദാസന്മാരുടെ മുഖം കാണും കർത്താവിടയാക്കിയതിനായി ദൈവത്തെ വാഴ്ത്തുകയാണ് ഞാൻ. एक और बार परमेश्वर के दासों के सम्मुख बैठ करके ये संगति लाने के लिए मैं परमेश्वर को धन्यवाद करता हूँ। ക്രിസ്ത്യ ജീവിതം വലിയ ആനന്ദമുള്ള ജീവിതമാണല്ലോ. क्रिस्तीय जीवन एक हमारे लिए बहुत ही एक आनंद का जीवन है। ജീവിതത്തിന്റെ സകല സമയത്തും നാം ദൈവത്തെ സ്തുതിച്ചും പാടിയും ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു. इस जीवन के हर एक समय में हम परमेश्वर की स्तुति, आराधना और गीत गाते रहते हैं। എല്ലാ പ്രിയവർക്കും വീണ്ടും വന്ന അറിയിച്ചുകൊണ്ട് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. सारे आप अपने प्रिय को धन्यवाद करके मैं एक वचन को पढ़ना चाहूंगा। ലൂക്കോസ് എഴുതിയ ഒന്നാമത്തെ അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. लूका की रचित सुसमाचार उसका पहला अध्याय का 14वां पद हम पढ़ना चाहेंगे। വായിക്കുന്നു, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. यहाँ लिखा है, तुझे आनंद और हर्ष होगा। നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. तुझे आनंद और हर्ष होगा। പിതാവേ, ഞങ്ങൾ ചേർന്ന് ഈ വാക്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर, हम आपका धन्यवाद करते हैं इस वचन के लिए। ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിക്കാനായി ദൈവിക സാന്നിധ്യം നമ്മുടെ ഉള്ളതുകൊണ്ട് സ്തോത്രം. आपकी हमसे बात करने के लिए आपकी उपस्थिति हमारे बीच में से धन्यवाद। കൃത്യമായി ഞങ്ങൾ സംസാരിക്കണമേ. अपने हमारे लिए दिल से बात करने के लिए हम प्रार्थना करते हैं। എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. सबको आपके हाथों में अनुग्रहित करते हैं, യേശുവിൻ നാമത്തിൽ തന്നെ. यीशु के नाम से मांगते हैं, ആമേൻ. आमीन। സുവിശേഷങ്ങളുടെ ആദ്യ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കുടുംബമാണ് സഖറിയാവിന്റെയും എലിസബത്തിന്റെയും കുടുംബം. सुसमाचार के शुरुआती दौर में एक परिवार को परमेश्वर दिखाता है, जो एक परिवार है जकरिया और एलिशबा का परिवार। സഖറിയാവും എലിസബത്തും. जकरिया और एलिशबा। സഖറിയ ഒരു പുരോഹിതനായിരുന്നു. जकरिया एक याजक था। എലിസബത്ത് അഹരോന്റെ വംശാവലിയിൽ പിറന്ന ഒരു സഹോദരി. एलिशबा जो थी वो हारून के वंश की थी। ചരിത്രം അറിയാവുന്നതുകൊണ്ട് ചരിത്രഭാതിക്ക് പോകാതെ തന്നെ തന്റെ ശുശ്രൂഷ മധ്യേ സ്വർഗദൂതൻ ഇറങ്ങി വരികയും ജനിപ്പാൻ പോകുന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള സന്ദേശം അറിയിക്കുകയും ചെയ്ത ഭാഗമാണല്ലോ നാം ഈ വായിച്ച ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. मैं ज्यादा गहरे फिर से मैं बताना नहीं चाहूंगा, पर इतना कहूंगा कि उस याजक के जब वो अपने कार्य को करने जा रहा था, तो स्वर्गदूत ने उसको दर्शन देकर के कहा, स्वर्गदूत ने उसको दिखाई देकर कहा कि आने वाले यूहन्ना यानी उसके बच्चे के बारे में उसको एक दर्शन दिया। നമുക്കറിയാം, ആ കാലഘട്ടം ഒരു വല്ലാത്ത ഇരുണ്ട കാലഘട്ടമായിരുന്നു. हम जानते हैं कि वो एक जो युग था बहुत ही अंधेर का युग था। മലാഖിക്ക് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ സഭാ ചരിത്രത്തിന്റെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ വല്ലാത്തൊരു കാലഘട്ടം, ആരാധനയില്ലായ്മ, ഒരുപാട് അന്ധകാരങ്ങൾ നിറഞ്ഞ കാലഘട്ടം, റോമൻ ഭരണത്തിന്റെ കാലഘട്ടമാണ്. ഒരുപാട് വിഷയങ്ങൾ ആ ഭാഗത്തുണ്ട്. हम जानते हैं मलाकी के बाद जो युग था वो बिना प्रार्थना के था। वहां पे कोई भी संगति नहीं होती थी, आत्मिक बढ़ोतरी वहां पे नील थी। അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു കുടുംബത്തോട് ദൈവിക സന്ദേശം 14-ാമത്തെ വാക്യം വായിച്ചു, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. तब उसी मौके पर एक परिवार को परमेश्वर चुनता है और कहता है, तुझे आनंद और हर्ष होगा। സന്തോഷവും ഉല്ലാസവും, आनंद और हर्ष। ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവിക ശബ്ദമാണ്, നിങ്ങൾ ആനന്ദിക്കുന്നവരായി മാറും. एक परमेश्वर का एक संदेश है एक परिवार को कि तुम्हें आनंद और हर्ष होगा। കൂടാതെ അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. और ऐसा भी लिखा है कि बहुत लोग उसके जन्म के कारण आनंदित होंगे। അപ്പോൾ നിങ്ങൾ അപ്പനും അമ്മയും സന്തോഷിക്കും. तो इसका मतलब है कि तुम माता पिता भी आनंदित होगे। കൂടാതെ പലരും അവന്റെ ജനനത്തിങ്കൽ സന്തോഷിക്കും. उसके साथ ही साथ बहुत और लोग भी आनंदित होंगे। എന്റെ വ്യക്തിപരമായ പഠന സമയത്ത് ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച ചിന്തകളുമായിട്ടാണ് രാവിലെ ഞാൻ ആയിരിക്കും ദൈവസന്നിധിയിൽ. मैं अपने व्यक्तिगत पढ़ाव के दौर पर परमेश्वर ने जो मुझे बात कही है, मैं आपसे कहना चाहूंगा। വായിക്കുന്നു, വൃദ്ധനായിരുന്ന സഖറിയാവ്. हम पढ़ते हैं कि एक बूढ़ा एक मनुष्य है जकरिया, അതുപോലെ കുഞ്ഞുങ്ങൾ പിറക്കാതിരുന്ന എലിസബത്ത്, और एक बांझ स्त्री जो है एलिशबा। വല്ലാത്തൊരു ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിന്റെ വൃദ്ധാവസ്ഥയിൽ അവരിങ്ങനെ ജീവിതത്തെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. वो अपने बुढ़ापे के युग में है और अपने जीवन को बस चलाए जा रहे हैं। വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു, തലമുറയ്ക്ക് വേണ്ടി ഇതുവരെ ലഭിച്ചിട്ടില്ല. वो सालों से प्रार्थना कर रहे हैं, पर अपने बच्चों को अभी तक पाए नहीं वो। അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരുന്ന ഒരു കുടുംബം ഇങ്ങനെ ജീവിച്ചു പോവുകയാ.
तो बिना प्रार्थना के उत्तर मिला हुआ ये परिवार ऐसे चल रहा था। നാം വായിക്കുന്നു, ഇവരുടെ ചരിത്രം വായിക്കുമ്പോൾ അവർ ഭക്തരായിരുന്നു, പ്രാർത്ഥിക്കുന്നതായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട്. यहाँ पे ऐसा लिखा हुआ है कि वो लोग प्रार्थना में लॉलीन रहते थे हमेशा। പെട്ടെന്ന് സ്വർഗദൂതന്റെ ശബ്ദമാണ്, നിങ്ങൾക്ക് ഉല്ലാസവും സന്തോഷവും ഉണ്ടാകും. तभी स्वर्गदूत का एक संदेश उनके पास पहुंचा है कि तुम्हें आनंद और हर्ष होगा। അവർക്ക് ഉല്ലാസവും സന്തോഷവും ഉണ്ടാകുവാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, യോഹന്നാൻ സ്നാപകന്റെ ജനനമാണ്. उनके हर्ष और आनंद का कारण हम जानते हैं कि यूहन्ना बपतिस्मा देने वाले का जन्म होगा। ഈ വാക്യം ഇങ്ങനെ വായിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ദൈവാത്മാവ് വലിയ സന്തോഷം നൽകിയ, ഉല്ലാസം നൽകിയ ചില ചിന്തകളുമായിട്ട് നമുക്ക് ഒരുമിച്ച് അല്പസമയമായിരിക്കാം. ये वचन पढ़ने के बाद परमेश्वर ने जो मुझे एक अंदर से आनंद और हर्ष दिया है, वो बातों को मैं आपसे कहना चाहूंगा। ഈ യോഗത്തിലായിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस मीटिंग में जुड़े हुए सारे प्रभु के दासों को मैं धन्यवाद करता हूँ। അനേക ദേവദാസന്മാർ നമ്മുടെ മധ്യമുണ്ട്. അവർക്ക് ലഭിച്ച മക്കളെ, കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവർ നമ്മുടെ മധ്യമുണ്ട്. हमारे बीच में ऐसे लोग भी हैं जिन्होंने अपने आने बच्चों को अपने परमेश्वर की सेवकाई में बढ़ाने का एक निर्णय लिया था। അവർ ചെയ്ത അതേ ആത്മിക ശുശ്രൂഷകളിൽ അഭിമാനത്തോടെ തന്നെ മക്കളെയും കൈപിടിച്ച് നടത്തിയ അഭിഷിക്തന്മാർ, जिस सेवकाई में वो बढ़ रहे थे, और इसी सेवकाई में अपने बच्चों को बढ़ाने वाले कुछ लोग हमारे बीच में बैठे हैं। ഇതിലും വലിയ സന്തോഷം നമുക്ക് ലഭിക്കുവാനുള്ള കാരണം, ആമേ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതിൽ പരം വലിയ ഭാഗ്യം മാതാപിതാക്കന്മാർക്ക് വേറെ എന്താണുള്ളത്? तो हमारे एक मसीह जीवन के एक माता पिता के तौर पर मैं कहना चाहूंगा कि हमसे हमारे लिए आनंद की बात यही होगी कि हमारे बच्चे हमारे साथ ही हमारे सेवकाई में आगे बढ़ते रहे। उससे आनंद की बात क्या होगी? ഇതേ നാം ചെയ്ത അതേ ശുശ്രൂഷ നമ്മുടെ മക്കളും ചെയ്യുന്നു. എത്ര ആനന്ദമുള്ള കാര്യമാണ്! हम जो सेवकाई कर रहे हैं, हमारे बच्चे भी वो सेवकाई कर रहे हैं, तो कितनी आनंद की बात है। യോഹന്നാൻ സ്നാപകന്റെ പിതാവ് സഖറിയാവും മാതാവ് എലിസബത്തും വൃദ്ധാവസ്ഥയിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ച് ജീവിതം അവസാനിപ്പിച്ച ഒരു കുടുംബമാണ് അവർ. यूहन्ना बपतिस्मा देने वाले के माता पिता जकरिया और एलिशबा बहुत ही बुढ़ापे में अपने जीवन को ऐसे व्यतीत कर रहे थे। അപ്പോൾ സ്വർഗത്തിന്റെ വാക്കുകൾ വ്യക്തമാണ്. അല്പം പോലും അവിശ്വാസത്തിന് കാരണമില്ല. നമുക്കറിയാം, അവർ പൂർണ്ണമായി സന്തോഷത്തോടെ ജീവിച്ച കുടുംബമാണ്. स्वर्ग का ये संदेश आता है कि इसमें कोई भी शक की बात नहीं है, ये 100% सही है, और वो परिवार एक आनंदित परिवार था। ഇങ്ങനെയാണ് വേദപുസ്തകത്തിന്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ചിലപ്പോൾ യോഹന്നാന്റെ മരണത്തിന് മുമ്പേ അവരുടെ മാതാപിതാക്കന്മാർ ദൈവസന്നിധിയിൽ വിശ്രമിച്ച് കാണുമായിരിക്കാം. तो ऐसा बताया जाता है कि यूहन्ना बपतिस्मा देने वाले के मृत्यु के पहले उनके माता पिता गुजर गए थे। അപ്പോൾ സമാധാനത്തോടെ ദൈവസന്നിധിയിൽ പ്രവേശിച്ച ഒരു കുടുംബം സഖറിയാവും എലിസബത്തും. तो एक अच्छी रीति से अपने जीवन का अंत करने वाले थे यूहन्ना के माता पिता। വായിക്കുന്നു, അവർ ഉല്ലാസത്തോടെ അതുപോലെ ആനന്ദത്തോടെ ജീവൻ നയിച്ചു. वहां ऐसा लिखा है, उन्हें आनंद और हर्ष के साथ अपने जीवन को व्यतीत किया। കൂടാതെ അവരോട് കൂടെ ആനന്ദിക്കുവാൻ ഒരു കൂട്ടം ആളുകളും കൂടെ ഉണ്ടായിരുന്നു. उनके साथ ही साथ एक आनंद करने वाली एक बहुत बड़ी लोग की झुंड उनके साथ थी। അതിന്റെ കാരണങ്ങൾ താഴെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അല്പസമയം ചിന്തിക്കാം ആ വിഷയങ്ങൾ. कारण नीचे के पदों में लिखा है, हम उस बारे में बात करने वाले हैं। വിഷയം ഇതാണ്, ജനിപ്പാൻ പോകുന്ന യോഹന്നാൻ സ്നാപകൻ അവരുടെ അഭിഷിക്തനായ വരുമെന്നുള്ളതായിരുന്നു സന്ദേശത്തിന്റെ കാതൽ. इसका कारण यही था कि यूहन्ना बपतिस्मा देने वाला एक अभिषिक्त जन्म लेने वाला है और उसका जीवन व्यतीत होने वाला है। यही कारण था उन लोग के आनंद और हर्ष के पीछे। 15 വാക്യം വായിക്കുന്നു. 15 വാക്യം verse 15, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. वहाँ 15वीं पद में ऐसा लिखा है, क्योंकि वह प्रभु के सामने महान होगा। വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, और दाखरस और मदिरा कभी ना पिएगा। അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. अपनी माता की गर्भ ही से पवित्र आत्मा से परिपूर्ण हो जाएगा। എത്ര ആനന്ദമുള്ള കാര്യം! ഹല്ലേലൂയ! कितने आनंद की बात है ये। കണ്ടോ? അപ്പോൾ അവന്റെ ജനനത്തിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. तो वहाँ से लिखा है, लोगों के बीच में आनंद होगा और वो परमेश्वर के सामने महान होगा। അവൻ വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, दाखरस और मदिरा कभी ना पिएगा। അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ആത്മാവിൽ നിറയപ്പെടും. अपनी माता के गर्भ ही से वो पवित्र आत्मा से परिपूर्ण हो जाएगा। ഇത്ര വലിയൊരു സന്ദേശം ലഭിച്ച കേട്ട സഖറിയാവും എലിസബത്തും എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കുന്നത്? इतने बड़े संदेश को, इतने बड़े एक संदेश को सुनने के बाद जकरिया और एलिशबा कैसे खुश नहीं हो सकते? ഞങ്ങൾക്ക് ഈ വാർദ്ധക്യത്തിൽ ജനിക്കുവാൻ പോകുന്ന മകൻ
അവൻ ദൈവസന്നിധിയിൽ വലിയവനാകുവാൻ പോകുന്നവനാണ്. അവൻ വീഞ്ഞും മദ്യവും കുടിക്കാതെ ജീവിക്കും. അവൻ ഗർഭത്തിൽ വെച്ച് തന്നെ ആത്മാവിൽ നിറയപ്പെടും. ഈ വലിയ സൗഭാഗ്യം തങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാണല്ലോ എന്നോർത്ത് സഖറിയാവും അതുപോലെ എലിസബത്തും ആമേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാ. उनको जब ये पता चला कि उनका जो पुत्र होने वाला है, यूहन्ना बपतिस्मा देने वाला, वो प्रभु के सामने महान होगा, वो दाखरस और मदिरा कभी ना पिएगा और माता के गर्भ ही से वो आत्मा में परिपूर्ण होगा। ये सुनने के बाद वो सोच रहे थे वो कितने सौभाग्यशाली हैं कि उन्हें पुत्र मिलने वाला है। എനിക്കറിയാം ഇത് രാവിലെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ ആത്മീക വളർച്ചയിൽ സന്തോഷമുള്ളവരാണ്. तो मैं जानता हूँ कि हमारे बीच में कितने सारे लोग ऐसे हैं जो अपने बच्चों के आत्मिक रूप से बढ़ोतरी देखकर खुश हैं। എന്നാൽ കുഞ്ഞുങ്ങൾ ദൈവസന അല്ലാത്തവർ വളരെ ദുഃഖത്തിലും ആണ് രാവിലെ എന്ന് എനിക്കറിയാം. हम ये भी जानते हैं कि उनके अगर बच्चे अगर आत्मा में नहीं है तो बहुत ही बड़ी दुख की बात उनके लिए है। നിശ്ചയമായി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അവരെ നല്ല വഴിയിൽ കൊണ്ടുവരട്ടെ. निश्चित रूप से हम प्रार्थना करेंगे, प्रभु उनके सीधे मार्ग खोलेगा। ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മാവിൽ സന്തോഷിപ്പാനും അഭിമാനിക്കാനുമുള്ളത് ആമേൻ കർത്താവ് നൽകിയ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ വളർത്തി എന്നുള്ളതിൽ വലിയൊരു ഭാഗ്യം നമുക്ക് വേറെ എന്തിലാണ് സന്തോഷിക്കാനുള്ളത്? हमारे लिए मसीह जीवन में सबसे बड़े आनंद का कारण इससे क्या होगा कि हमारे जो परमेश्वर ने पुत्र दिए हैं उन्हें परमेश्वर की सेवकाई में आगे बढ़ाएं। ഒരുപാട് പേർ ശുശ്രൂഷയിലും മറ്റിതര കാര്യങ്ങളിലും വലിയ തിരക്കുള്ളവരായതുകൊണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങളെ ആത്മാവ് വളർത്തുവാൻ മറന്നു പോകാറുണ്ട് പലരും. ऐसे कई सारे लोग हमारे बीच में हैं जिन्होंने अपने दिनचर्या के दौड़ में अपने व्यतीत करते करते अपने जो कामों में व्यस्त होने के बजाय अपने बच्चों को ध्यान नहीं दिया और वो संसार में भटक गए। ഏലിയും ശമൂവേലുമെല്ലാം അതിനുള്ള ഉദാഹരണങ്ങളാണ്. एली और शमूएल जैसे बड़े बड़े याजक और राजा उसके एक उदाहरण है। എന്നാൽ പുതിയ നിയമത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ ഒരു പുതിയ നിയമം എഴുതി ആരംഭിക്കുമ്പോൾ, പുതിയ യുഗം ആരംഭിക്കുമ്പോൾ ആദ്യമായി ദൈവാത്മാവ് ലൂക്കോസ് തുടങ്ങിയ സുവിശേഷകന്മാർക്ക് എഴുതുവാൻ കൊടുത്ത ഒരു കുടുംബമാണ് സഖറിയാവിന്റെയും എലിസബത്തിന്റെയും കുടുംബത്തിന്റെ ചരിത്രം. इस हम पुरानी बातों में देखते हैं, पर नए नियम के शुरुआती सुसमाचार के अध्याय में ऐसा लिखा है कि यूहन्ना बपतिस्मा देने वाला अपने माता की गर्भ ही से वो ആത്മ में परिपूर्ण हो गया था. അവർ ജനിച്ചത് പഴയ നിയമ കാലഘട്ടത്തിലാണെങ്കിലും അവർ പുതിയ നിയമത്തിലേക്ക് നടന്നു കയറിയ കുടുംബമായിരുന്നു സഖറിയാവ് എലിസബത്തിന്റെ കുടുംബം. जकरिया और एलिसबेथ भले ही पुराने नियम में वो पैदा हुए थे, वही अपने जीवन बिताए, पर अपने जीवन आत्मिक जीवन का शुरुआत उन्होंने नए नियम में किया था. നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് നടന്നു കയറിയ കുടുംബം. हम जानते हैं कि एक नए नियम में बढ़ने वाली एक परिवार था ये. വളരെ സന്തോഷത്തോടെ ദൈവത്തെ പാടി ആരാധിച്ചൊരു കുടുംബം. बहुत ही आनंद के साथ वो परमेश्वर की आराधना करने वाला एक परिवार था. ശുശ്രൂഷയുടെ സമയത്തിന് ശേഷം തിരികെ വീട്ടിലേക്ക് ചെന്ന് തന്റെ ഭാര്യയുമായി ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു വന്നിരുന്ന സഖറിയാവ് എന്ന വലിയ ദൈവ അഭിഷിക്തന്റെ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. हम यहाँ जिस जकरिया के बारे में बात कर रहे हैं वो अपने आराधनालय में काम करके अपने पत्नी एलिशबा के साथ परमेश्वर की आराधना करने वाला एक जन था. വലിയ സന്തോഷവും ആനന്ദവും അനുഭവിച്ച വേദപുസ്തകത്തിന്റെ കുടുംബമാണ് സഖറിയാവിന്റെയും എലിസബത്തിന്റെയും കുടുംബം. बहुत ही आनंद और हर्ष पाया हुआ एक परिवार था जकरिया और एलिशबा का परिवार. കുടുംബത്തിൽ രാജാവ് പിറന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ വലിയൊരു ശക്തനായ മനുഷ്യൻ അല്ലെങ്കിൽ മറ്റിതര യോഗ്യതകളുള്ള കുഞ്ഞ് ജനിച്ചതിലും എത്രയോ സന്തോഷമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ഞങ്ങളാൽ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ പിറന്ന എലിസബത്തിന് ജനിച്ച സഖറിയാവോട് ജനിച്ച കുഞ്ഞ് അവൻ ദൈവസന്നിധിയിൽ വലിയവനാകുമെന്നുള്ള ആത്മീക ചിന്ത കേട്ടപ്പോൾ ഹല്ലേലൂയ അവരുടെ ദുഃഖമെല്ലാം മാറി, വാർദ്ധക്യത്തിന്റെ ക്ഷീണങ്ങൾ മാറുന്നു. ഹല്ലേലൂയ. ശുശ്രൂഷ നിമിത്തം ഉണ്ടാകുന്ന സകല ക്ഷീണവും മാറി, ആളുകൾ കളിയാക്കിയും നിന്ദിച്ചുമുള്ള നിന്ദാവാക്കുകളെല്ലാം മറന്നിട്ട് അവർ ചേർന്ന് ദൈവത്തെ ആത്മാവിൽ പാടി ആരാധിക്കുന്നു. जब वो ये सुनते हैं कि उनको एक बच्चा पैदा होने वाला है तो उनके बारे में ये नहीं है कि राजा पैदा हो रहा है या फिर बहुत ही बड़ा शक्तिशाली पैदा हो रहा है, बल्कि ये कि उसके माता के घर में एक अभिषिक्त पैदा हो रहा है, तो उनके लिए आनंद की बात इससे बड़ी थी. ഒന്നാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗമെല്ലാം വായിക്കുമ്പോൾ നമുക്കറിയാം സഖറിയാവും എലിസബത്തും എല്ലാം ആത്മാവിൽ പാടി ആനന്ദിക്കുന്ന പാട്ടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. हम जानते हैं कि पहले अध्याय के आखिरी पदों में ऐसा लिखा है कि जकरिया और एलिशबा परमेश्वर की आराधना में कई सारे वचन बोलते हैं. അവർ ഈ ആനന്ദം ദൈവസന്നിധിയിൽ പാടി ആരാധിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യുകയാണ്, അത് അനുഭവിക്കുകയായിരുന്നു. परमेश्वर की उपस्थिति में आप परमेश्वर को धन्यवाद और आराधना कर रहे थे. ശ്രദ്ധിക്കുക, അപ്പോൾ
ഒരു അഭിഷിക്തനായ അല്ലെങ്കിൽ ആത്മാവിൽ നിറയപ്പെടുന്ന ഒരു കുഞ്ഞിനെ ജനിക്കുവാൻ പറ്റിയൊരു അന്തരീക്ഷം കുടുംബമായിരുന്നു എലിസബത്തിന്റെയും അതുപോലെ സക്കറിയാവിന്റെ കുടുംബം. हम जानते हैं यूहन्ना जैसे अभिषिक्त को पैदा होने के लिए एक आत्मिक एक पर्यावरण है थी वहां पे उसका परिवार में. നമുക്കറിയാം യേശുവിന്റെ മുൻഗാമിയ അല്ലെങ്കിൽ വഴിയൊരുക്കുവാനായി ഇരുണ്ട കാലഘട്ടത്തിൽ ഒരു വെളിച്ചമായി വർഷങ്ങളായി അടഞ്ഞുകിടന്ന ദേവാലയത്തിന്റെ അകത്തേക്ക് ഒരു തീ കത്തുന്നത് പോലെ ഒരു ആത്മാവിന്റെ കൊടുങ്കാറ്റ് പോലെ മുമ്പോട്ട് വന്ന യോഹന്നാൻ സ്നാപകന് പിറക്കുവാനായി സ്വർഗം തിരഞ്ഞെടുത്ത കുടുംബം സഖറിയാവിന്റെയും എലിസബത്തിന്റെയും കുടുംബം. हम जानते हैं कि यीशु मसीह के आने से पहले राह दिखाने वाला एक व्यक्ति था यूहन्ना, अंधकार से ज्योति में एक रास्ता बनाने वाला था यूहन्ना, और यीशु मसीह को अपना राह दिखाने वाला था यूहन्ना, जो कि जकरिया और एलिशबा की कोख में आत्मिक रूप से बढ़ता जा रहा था. ശ്രദ്ധിക്കണം, ഇന്ന് രാവിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മാവിൽ വളരുവാൻ പറ്റിയ അന്തരീക്ഷം നമ്മുടെ വീടിനകത്തുണ്ടോ എന്നുകൂടെ ഇന്ന് രാവിലെ നമുക്ക് ശോധന ചെയ്യുന്നത് നല്ലതാണ്. കാരണം ആത്മാവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ആത്മാവിൽ വളരുവാൻ നമുക്ക് വീടിനകത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കണം എന്നുള്ളത് സഖറിയാവിന്റെ എലിസബത്തിന്റെയും ഉത്തരവാദിത്തമാണ്. हमारे घर का माहौल कैसा है ऐसा निर्भर करेगा कि हमारे आने वाली पीढ़ी कैसे होने वाली है. हमारे घर का अगर पर्यावरण सही है तो हमारे आने वाली पीढ़ी भी आत्मिक होगी. ആത്മാവിൽ പാടി ആരാധിക്കുന്ന സഖറിയാവിനും ആത്മാവിൽ നൃത്തം ചെയ്യുന്ന എലിസബത്തിന്റെയും വീട്ടിൽ ജനിച്ച കുഞ്ഞ് അവൻ ജനിക്കുന്നതിന് മുമ്പേ ഗർഭാവസ്ഥയിൽ തന്നെ ആത്മാവിൽ നിറഞ്ഞവൻ. परमेश्वर की आराधना करने वाला नित्य जकरिया और परमेश्वर की आराधना में नृत्य करने वाली हमेशा एलिशबा के परिवार में एक यूहन्ना जैसा अभिषिक्त पैदा होने वाला था आत्मा में. ശ്രദ്ധിക്കുക, അപ്പോൾ ഞാൻ ഈ വാക്യം യോഹന്നാനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇതിനപ്പുറത്തൊരു അഭിഷേകത്തിന്റെ ദിനങ്ങളില്ല. കാരണം ഗർഭാവസ്ഥയിൽ തന്നെ ഉരുവായപ്പോൾ തന്നെ അവൻ ആത്മാവിൽ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരംഭത്തിലെ ഒരു വലിയ ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തൻ യോഹന്നാൻ സ്നാപകൻ. जब मैंने इसके बारे में चर्चा किया कि इसके बारे में सोचा तो मैंने ये पाया कि यूहन्ना बपतिस्मा देने वाला गर्भ ही से आत्मा में परिपूर्ण था. तो इससे बड़ी बात एक आत्मिक जीवन में कभी नहीं है कि यीशु मसीह ने परमेश्वर ने उसको चुन लिया था अपनी सेवकाई के लिए. സദകിയ ആമേൻ. മാതാപിതാക്കൾ ആത്മാവിൽ നിറഞ്ഞു. इस बात को ध्यान दे कि उसके माता पिता आत्मा में भर गए. സന്തോഷവും ആനന്ദവുമാണ് നമ്മുടെ ഇവിടുത്തെ ചിന്താവിഷയം. यहाँ हमारे चिंता का हमारे चर्चा का विषय ये है कि आनंद और हर्ष. തന്റെ ഏകനായി അല്ലെങ്കിൽ ഏക മകൻ യോഹന്നാൻ സ്നാപകൻ ദൈവസന്നിധിയിൽ വളരുന്നു. അവൻ ആത്മാവിൽ പിറന്നു, ആത്മാവിൽ ഗർഭാവസ്ഥയിൽ തന്നെ ആത്മാവിൽ നിറഞ്ഞു. അവൻ ആത്മാവിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി മരുഭൂമിയിലേക്ക് പോയി, അല്ലെങ്കിൽ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു, അനേകരെ സ്നാനപ്പെടുത്തുന്നു, ശക്തമായ ദൈവിക വചനം അറിയിക്കുന്നു. ഈ ആത്മിക ശുശ്രൂഷയിൽ അത്യധികം ആനന്ദിച്ച ഒരു കുടുംബമാണ് സഖറിയാവിന്റെ എലിസബത്തിന്റെ കുടുംബം. यूहन्ना बपतिस्मा देने वाला जब अपने आगे आने वाले जीवन में वो जब प्रचार करता है, अभिषिक्त रूप से लोगों को बपतिस्मा देता है, अंधकार से छुड़ाने के लिए एक मन फिराव का जब बपतिस्मा देने का एक प्रचार करता है, तो इससे बड़ी आनंद की बात जकरिया और एलिशबा के लिए नहीं थी. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ആനന്ദത്തിന്റെ അനുഭവം നമുക്ക് പ്രദാനം ചെയ്യുവാൻ കഴിയും. അതെ, നാം ആത്മാവിൽ വളരുമ്പോൾ, നാം ആത്മാവിൽ ജീവിക്കുമ്പോൾ, നാം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, നാം ആത്മാവിൽ ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ആത്മീകരായ മാതാപിതാക്കന്മാർ വളരെ സന്തോഷമുള്ളവരായിരിക്കും. जब हम आत्मा में आराधना करते हैं, जब हम आत्मा में प्रार्थना और प्रचार करते हैं, अब हम जब आत्मा में संदेश देते हैं, तो हमारे आत्मिक गुरु, हमारे आत्मिक माता पिता उससे आनंदित होते हैं. എന്റെ പ്രത്യേക അനുഭവത്തെ കുറിച്ച് ചോദിച്ചാൽ, എന്റെ മാതാപിതാക്കന്മാർ ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ വളരെ സന്തോഷിച്ചവരാണെന്ന് ഞാൻ നേരിട്ട് കണ്ടനുഭവിച്ചവരാണ്. मैं व्यक्तिगत रूप से अपना परिचय बोलूं तो मैं जब परमेश्वर की सेवकाई में उतरने का निर्णय लिया था तो मेरे माता पिता बहुत ही आनंदित हुए थे उससे. ശുശ്രൂഷയ്ക്കും അല്ലെങ്കിൽ ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കുഞ്ഞുങ്ങൾ വേർതിരിയുന്നത് മാതാപിതാക്കന്മാരെ സംബന്ധിച്ച് വലിയ ആനന്ദമുളവാക്കുന്ന കാര്യമാണ്. तो बच्चे जब अपने जीवन को परमेश्वर की सेवकाई के लिए नियुक्त करते हैं और परमेश्वर की सेवकाई के लिए एक निर्णय लेते हैं, तो उससे बड़ी बात एक आत्मिक माता पिता के लिए कुछ नहीं है. യോഹന്നാൻ സ്നാപകൻ ആത്മാവിൽ ജനിക്കുന്നു.
यूहन्ना बपतिस्मा देने वाला आत्मा में जन्म लेता है, ആത്മാവിൽ വളരുന്നു, आत्मा में वो पलता है, ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു, आत्मा में वो सेवकाई करता है, ആത്മാവിൽ അനേകരെ സ്നാനപ്പെടുത്തുന്നു, आत्मा में वो कई सारे लोगों को बपतिस्मा देता है, യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുന്നു. यीशु मसीह को बपतिस्मा देता है। ആമേൻ. താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി മരണം വരെ, തന്റെ രക്തസാക്ഷിത്വം വഹിച്ച സമയം വരെ ആത്മാവിൽ ജീവിക്കുന്നു. वो अपने जीवन के आखिरी अंत समय में भी अपने जीवन को प्राण देने तक वो आत्मा में बना रहा था। പുതിയ നിയമത്തിന്റെ അധ്യായങ്ങളിൽ സന്തോഷത്തോടെ ജീവിച്ച കുടുംബമാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. हमारे नए नियम के जो सुसमाचार के शुरुआती दौर में जो आनंदित परिवार था वही हमारा लक्ष्य होना चाहिए। ആമേൻ. ശ്രദ്ധിക്കുക, അനേക രാജാക്കന്മാരുടെ പേരുകൾ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. हम जानते हैं कि कई सारे राजाओं के बारे नाम इस नए नियम में लिखे हुए हैं। ആമേൻ. ധനവാന്മാരുടെ പല പേരുകൾ നമുക്കറിയാം പുതിയ നിയമത്തിലുണ്ട്. कई सारे धनवानों का नाम इस नए नियम में लिखा हुआ है। ആമേൻ. ആത്മീക ആചാര്യന്മാരായ പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരും തുടങ്ങിയ അനേകരുടെ ലിസ്റ്റുകൾ നമുക്കറിയാം വേദപുസ്തകത്തിൽ കാണുന്നു. हम जानते हैं कि कई सारे याजक, सदूकी और फरीसियों के नाम इस नए नियम में लिखे हुए हैं। എന്നാൽ ഇവരുടെ എല്ലാം അപ്പനമ്മമാരിൽ നിന്ന് വ്യത്യസ്തരായി ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ആമേൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് സ്വർഗദൂതന്റെ, അവരുടെ മാതാപിതാക്കന്മാരെ കുറിച്ച് സ്വർഗദൂതന്റെ വാക്കുകളാണ്, ഹേ സഖറിയാവ്, എലിസബത്തെ, നിങ്ങൾ ആനന്ദവും സന്തോഷവും അനുഭവിക്കും. उनके बारे में लिखा तो है पर उनके माता पिता का जिक्र कहीं नहीं है। पर यूहन्ना बपतिस्मा देने वाला के माता पिता के बारे में लिखा है कि हे जकरिया, तुम्हें आनंद और हर्ष का एक विषय है। നിരാവലി സന്ദേശത്തിന്റെ മധ്യേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി സമയത്ത് വേദിരിക്കാൻ ദൈവത്തിന്റെ ദാസന്മാരെ, मेरा आज का वचन नहीं है कि अपने आने वाले बच्चों, अपने बच्चों के लिए हम प्रार्थना करने का समय निकालेंगे। വല്ലാത്തൊരു കാലത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. हमारे बहुत ही कठिन समय से हमारे बच्चे जा रहे हैं। അതിശക്തമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. बहुत ही सामर्थ्य रूप से प्रार्थना करने का एक समय है। അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. उनके लिए बहुत ही शक्ति रूप से प्रार्थना करना है। അവരെ ആത്മീയ കൂട്ടായ്മയിൽ നടത്തുവാൻ വേണ്ടി നാം ഉത്സാഹിപ്പിക്കണം. उनको आत्मिक संगति में लाने के लिए हम उत्साहित करना है। അവർ ദൈവവചനം വായിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. वो आत्मिक रूप से वचन पढ़ते हैं या फिर वचन मनन करते हैं कि नहीं, हमें इसे देखना है। അവർക്കായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. उनके लिए उपवास और प्रार्थना करना है। നിശ്ചയമായും ആമേൻ യോഹന്നാൻ സ്നാപകനെ പോലെ ആമേൻ പുതിയൊരു ചരിത്രം ആമേൻ എഴുതുവാൻ വേണ്ടി ദൈവത്താൽ ആമേൻ ജനിക്കപ്പെട്ടവരാണ് നമ്മുടെ മക്കൾ. हम जानते हैं कि यूहन्ना बपतिस्मा देने वाले की तरह हमारे लिए परमेश्वर का एक दान है हमारे बच्चे। നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മിക വളർച്ചയിൽ നാം സന്തോഷമുള്ളവരായിരിക്കണം. हमारे बच्चों के आत्मिक बढ़ोतरी में देखकर हमारे लिए आनंद का कारण होना അവർ चाहिए। ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതിൽ നാം ആനന്ദമുള്ളവരായിരിക്കണം. वो अगर परमेश्वर की सेवकाई में उतरते हैं तो हमारे लिए एक आनंद होना चाहिए। ഒരിക്കൽ ദാവീദിന്റെ ഒരു ചരിത്രം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 15-16 അധ്യായത്തിലാണ് വായിക്കേണ്ടത്. നമുക്ക് ഞാൻ പറഞ്ഞു മാത്രം തോന്നുന്നു. दाऊद के बारे में एक ऐसा विषय मैं जानता हूँ कि दूसरे शमूएल किताब में लिखा है, उसके 15-16 अध्याय में कोई पढ़िएगा मत। ഇതുപോലെയാണ് അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഈ ദാവീദിന്റെ വലിയ ആത്മീക ദർശനം നമുക്ക് കാണാൻ കഴിയും. തന്റെ മക്കളെ കുറിച്ച് വലിയ ആത്മീക ദർശനം. वहाँ ऐसा लिखा है कि दाऊद को ऐसा दर्शन मिला कि उसके आने वाले बच्चों के बारे में उसको एक दर्शन मिला। ആമേൻ. നമുക്കറിയാം തന്റെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ വളരുന്നതിൽ വലിയ സന്തോഷമുള്ളവനായിരുന്നു ദാവീദ്. हम जानते हैं कि दाऊद जो था वो अपने बच्चों को आत्मिक बढ़ोतरी में बढ़ता हुआ देखकर बहुत ही आनंद होने वाला एक मनुष्य था। തന്റെ മക്കൾ വരുത്തിയ വീഴ്ചയിൽ വലിയ ദുഃഖിച്ചവനുമാണ് ദാവീദ്. अपने बच्चों का गिरने को देख करके वो बहुत दुखित भी होता था। ഒരിക്കൽ അബ്ശാലോം നമുക്കറിയാം ഒരു വലിയ വീഴ്ച വരുത്തി രാജകുമാരന്മാരെല്ലാം കൊന്ന് ഒരു ദീർഘവർഷങ്ങൾ ദാവീദിന് മുമ്പിൽ നിന്ന് ഒളിച്ചു താമസിച്ച ഒരു വ്യക്തിയാണ് അബ്ശാലോം. हम जानते हैं अबशालोम के बारे में, हम जानते हैं कैसा राजकुमारों को मार करके वो दाऊद के सामने से भाग रहा था कई युगों तक। ഒരിക്കൽ തിരിച്ച് ഹെബ്രോനിലേക്ക് വരുവാൻ തക്കവണ്ണം ഈ അബ്ശാലോം ഒരു തന്ത്രം ഒരുക്കി. हम जानते हैं कि हेब्रोन वापस आने के लिए अबशालोम ने एक षड्यंत्र रचा। സത്യത്തിൽ ഒരു കൗശല ബുദ്ധിയോടെയാണ് അബ്ശാലോം ആ കാര്യം ചെയ്തത്. हम जानते हैं कि अबशालोम ने अपना एक उपाय निकाला था। ശ്രദ്ധിക്കുക, അപ്പോൾ ദാവീദിന്റെ അടുക്കൽ വന്ന് യോവാബ് മുഖാന്തരം അബ്ശാലോം പറയുന്നു, എനിക്ക് ഹെബ്രോനിൽ ഒരു യാഗം കഴിക്കണം. उसने अबशालोम ने दाऊद से आके कहा कि मुझे हेब्रोन में एक बलि चढ़ाना है। ഞാനൊരു മന്നത്ത് ദൈവസന്നിധിയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ തിരിച്ച് ജെറുസലേമിൽ വന്നാൽ ഹെബ്രോനിൽ ഞാൻ ദൈവത്തിന് യാഗം അർപ്പിക്കാം.
उसने कहा कि मैंने परमेश्वर से एक मन्नत मांगी है कि जब मैं हेब्रोन में वापस आऊंगा तो परमेश्वर के लिए एक बलि चढ़ाऊंगा। അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഭാഗത്ത് അബ്ശാലോമിനെ വലിയ ശത്രുവായി കണ്ടൊരു സമയമുണ്ടായിരുന്നു ദാവീദിന്. हम जानते हैं कि दाऊद जब अब एक समय ऐसा था जब अबशालोम को बहुत ही शत्रुओं की नजर से देखता था। അബ്ശാലോമിനെ കൊല്ലുവാൻ വേണ്ടി പദ്ധതിയിട്ടിരുന്നു ദാവീദ്. दाऊद ने अबशालोम को मारने का एक निर्णय बना लिया था। തന്റെ പുത്രന്മാരെ വാളുകൊണ്ട് കൊന്ന അബ്ശാലോമിനെ അവൻ താൻ വധിക്കുമെന്ന് തീരുമാനിച്ച വ്യക്തിയാണ് ദാവീദ്. अपने बच्चों को जिसने मारा था अबशालोम को मारने का निर्णय बना लिया था दाऊद ने। എന്നാൽ അബ്ശാലോമിന്റെ മടങ്ങി വരവിൽ താൻ വലിയതായി താൻ സന്തോഷിച്ചു. लेकिन फिर भी जब अबशालोम वापस आता है तो उसकी वापसी देखकर दाऊद बहुत आनंदित होता है। ആമേൻ. ദാവീദിന്റെ അടുക്കൽ വന്ന് പറയുന്നു, പിതാവേ, എനിക്ക് ഹെബ്രോനിലേക്ക് ഒരു യാത്ര പോകണം, കാരണം അവിടെ എനിക്കൊരു യാഗം നടത്തണം, ഞാൻ ദൈവസ്ഥാനം തീരുമാനിച്ചതാണ് ഈ വിഷയങ്ങൾ. वो आके दाऊद से कहता है, दाऊद पिता, मुझे हेब्रोन में जाकर के एक बलि चढ़ानी है। ദാവീദിന്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. दाऊद का दिल आनंद से भर गया। ദാവീദ് പറയുന്നു, കുശൽ സജ, സമാധാനത്തോടെ പോകുക. वो कैसे कहता है कि कुशल से तू चला जा। തന്റെ മകനെ ആശീർവദിച്ചയക്കുന്ന ദാവീദിനെയാണ് നാം ആ ഭാഗത്ത് കാണുന്നത്. अपने बच्चों को आशीषित कर करके आशीर्वाद दे करके भेजा था। ഒരുപാട് വീഴ്ചകൾ വരുത്തിയ മകനാണ് അബ്ശാലോം എങ്കിലും कई सारे बातों में गिरा हुआ प्रभु का जन था वो अबशालोम। ഇപ്പോൾ ദൈവിക വിഷയത്തിൽ താൻ കാണിച്ച ശുഷ്കാന്തി നിമിത്തം താൻ വരുത്തിയ വീഴ്ചകളെ ദാവീദ് മറന്നുപോവുകയാണ്. लेकिन वो परमेश्वर की संगति में जब वो वापस आकर परमेश्वर को उपाय निकालता है तो वो सारी बुराइयों को दाऊद भूल जाता है। തന്റെ മകൻ അബ്ശാലോം മടങ്ങി വരുന്നു എന്നുള്ള സന്തോഷ വാർത്ത കേട്ടിട്ട് തന്നെ അനുഗ്രഹിച്ചാണ് അബ്ശാലോമിനെ ദാവീദ് അയക്കുന്നത്. वो सुनता है कि उसका बेटा अबशालोम वापस आ रहा है तो अपने उसी बेटे को अनुग्रह देकर के वो वापस भेजता है। ആത്മീക വിഷയത്തിൽ താൻ കാണിച്ച ശുഷ്കാന്തി നിമിത്തം തന്റെ വീഴ്ചകളെല്ലാം ദാവീദ് ഒരു നിമിഷം മറന്നു പോകുന്നു. जब वो अपने आत्मिक चीजों में बढ़ोतरी करता है तो अपनी पुरानी बातों को उसकी भूल जाता है। തന്റെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ആത്മിക വിഷയത്തിൽ കാണിക്കുന്ന ആ ഉത്സാഹത്തിൽ നാം എത്ര അധികം ആനന്ദമുള്ളവരാണ്. हम अपने बच्चों को देख करके, हमारे आसपास के, हमारे खुद के बच्चों को देख करके, उनकी आत्मिक बढ़ोतरी को देख करके हमें कितना आनंद करना चाहिए। വായിക്കും, താഴേക്ക് ആ ഭാഗത്തെ ചരിത്രം വായിക്കുമ്പോൾ ദാവീദ് അബ്ശാലോമിനെ പറഞ്ഞയക്കുന്നു എബ്രോനിലേക്ക്. हम आगे पढ़ते हम जानते हैं कि दाऊद ने उसको हेब्रोन में भेज दिया था। അനുഗ്രഹിച്ച് അയക്കുന്ന ചരിത്രമാണ് വായിക്കുന്നത്. हम वहाँ पढ़ते हैं कि उसने उसको अनुग्रहित करके वहाँ भेज दिया था। അതുപോലെ തന്നെ കൊല്ലണമെന്ന് വിചാരിച്ചിരുന്ന അബ്ശാലോമിന്റെ ആത്മിക ഉയർച്ചയിൽ ദാവീദ് ബാക്കിയെല്ലാം മറന്നിട്ട് തന്നെ അനുഗ്രഹിക്കുകയാണ്. उसको मारने का निर्णय बनाने वाला दाऊद उसको बाद में अनुग्रह देकर भेज दिया। തന്റെ മകൻ ഒരു കുലപാതകനാണെങ്കിലും തന്റെ ആത്മീക വിഷയത്തിൽ മടങ്ങി വരുന്നുണ്ടെന്ന് ഓർത്ത് ദാവീദ് ആനന്ദിക്കുന്നതായി നാം വായിക്കുന്നു. उसका बेटा एक मारने वाला एक खूनी था, इसके बावजूद उसने उसको क्षमा करके भेज दिया था। ദൈവത്തിന്റെ പൈതലേ, ഇന്ന് ദൈവാസന്മാർ, അഭിഷിക്തന്മാർ, ദൈവത്തെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മക്കൾ ആത്മീകമായി വളരുന്നതിലധികം സന്തോഷം നമുക്ക് എന്താണുള്ളത്? प्रभु के दासों, प्रभु के भाइयों बहनों, हमारे बच्चे आत्मिक रूप से आगे बढ़े तो हमारे लिए आनंद का कारण और क्या होगा? ഇന്ന് രാവിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം പറയാമോ നാം ഒരുമിച്ച്? हम अपने बच्चों का परमेश्वर के लिए धन्यवाद करें। आज ദൈവം നമുക്ക് ദാനമായ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ വളരുന്നതിലധികം സന്തോഷം നമുക്ക് വേറെ എന്താണുള്ളത്? हमारे परमेश्वर के दिए बच्चे अगर आत्मिक रूप से आगे बढ़ रहे हैं तो हमारे लिए उसके आनंद का कारण उससे बड़ा क्या है? നമ്മുടെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം അത് സ്തോത്രം ചെയ്യാം രാവിലെ. हम हमारे बच्चों, हमारे पोतों, हमारे पोतों के लिए हम परमेश्वर का धन्यवाद करेंगे। കാരണം സഖരിയാവിനെ പോലെ എലിസബത്തിനെ പോലെ കുഞ്ഞുങ്ങളുടെ ആത്മീക വളർച്ചയിൽ നാം അധികം സന്തോഷമുള്ളവരായിരിക്കട്ടെ. जकरिया और यूसुफ जैसे आनंदित परिवार होने पाए हमारा परिवार। വർഷങ്ങളായിട്ട് ലോകത്തെ ഭരിച്ചിരുന്ന അന്ധകാരത്തിന്റെ ദിനങ്ങളെ അവസാനിപ്പിക്കുവാനായി ദൈവം എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞിനെ തരുന്നല്ലോ എന്ന് ഓർത്ത് അവർ ഉല്ലാസവും ആനന്ദവും കൂടെ ദൈവത്തെ ആരാധിക്കുന്നു. अंधकार के जीवन में उजाला लाने का एक राह बनाने वाला एक प्रभु का दास हमारे परिवार में जन्म लेने वाला है, इससे हम आनंदित होने चाहिए। ആത്മാവിൽ പിറക്കുവാൻ പോകുന്ന കുഞ്ഞ് അവൻ ഗർഭത്തിലെ ആത്മാവിൽ നിറയുമെന്നോർത്ത് എലിസബത്ത് ആനന്ദം ദൈവത്തെ നൃത്തം ചെയ്യുകയാണ്. और परमेश्वर के उपस्थित में एलिशबा आनंदित होती है ये सुनकर कि उसका बच्चा गर्भ में ही आत्मा में परिपूर्ण हो जाए। നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ സമ്പന്നരാകുന്നതുകൊണ്ട് നാം വളരെ ആനന്ദിക്കുന്നവരായിരിക്കട്ടെ. हमारे बच्चे हमारे आत्मिक रूप से आगे बढ़ते हैं तो हमारे लिए आनंद का कारण होना चाहिए। ഹല്ലേലൂയ, ആമേൻ. ലോകത്തെ കീഴ്മേൽ മറിക്കുന്നതിന്റെ പുതിയ തലമുറ യോഹന്നാൻ സ്നാപകന്റെ തലമുറയായി അഭിഷിക്തന്മാർ കുടുംബങ്ങളിൽ എഴുന്നേൽക്കട്ടെ. यूहन्ना बपतिस्मा देने वाले जैसे अभिषिक्त लोग का युग आने वाले दिनों में आने पाए।
നമുക്കറിയാം യോർദാൻ നദിയിൽ സ്നാനമേൽക്കുന്ന സമയത്ത് ആ ഭാഗം നമുക്കെല്ലാം സുപരിചിതമാണല്ലോ. യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ യേശു കർത്താവ് നടന്നു വരുന്നു. हम जानते हैं कि यरदन नदी में एक ऐसा समय था जहाँ पे यीशु मसीह बपतिस्मा लेने आ रहा था, तो वहां पर हम जानते हैं कि यूहन्ना का बर्ताव यीशु मसीह के सामने कैसा था। യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ വന്നപ്പോൾ യോഹന്നാന്റെ ശബ്ദം കർത്താവ് നിന്റെ അടുക്കൽ വരുന്നു, നിന്റെ നിന്നാൽ സ്നാനമേൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്. यूहन्ना बपतिस्मा देने वाला कहता है यीशु मसीह से, जब यीशु मसीह पास आता है वो कहता है, यीशु मसीह क्या मैं आपको बपतिस्मा दूंगा, मुझे तो आपके हाथों से बपतिस्मा लेने की जरूरत है। ജനിക്കുന്നതിന് മുമ്പ് ആത്മാവിൽ നിറഞ്ഞ യോഹന്നാൻ സ്നാപകൻ पैदा होने से पहले ही आत्मिक रूप से परिपूर्ण होने वाला यूहन्ना പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ आत्मा में अपनी सेवकाई करने वाला यूहन्ना യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ തന്നെ പറയുന്നു, നിന്നാൽ എനിക്ക് സ്നാനമേൽക്കണം. यीशु मसीह के सामने आके कहता है कि यीशु मसीह आपके हाथों से मुझे बपतिस्मा लेने की जरूरत है। എന്താണ് അതിന്റെ അർത്ഥം? उसका अर्थ क्या है? ആമേൻ. താൻ തൊട്ട് മുകളിൽ പറയുന്നുണ്ട്, എന്റെ പിന്നാലെ വരുന്നവൻ തീയാലും ആത്മാവിനാലും സ്നാനം കഴിപ്പിക്കുന്നവൻ. उससे पहले वो कहता है कि मेरे बाद जो आने वाला है वो आग और आत्मा में बपतिस्मा देने वाला है। പുതിയ നിയമ യുഗത്തിന് തുടക്കം കുറിച്ചിട്ടില്ല എങ്കിലും യോഹന്നാൻ സ്നാപകന്റെ ആഗ്രഹം ഇതാണ്, കർത്താവേ അങ്ങ് തുറക്കുവാൻ പോകുന്ന, അങ്ങ് ആരംഭിക്കുവാൻ പോകുന്ന ആ പുതിയ നിയമകാലത്തിലെ ആത്മാവിന്റെ നിറവാൻ ഞാനും ആഗ്രഹിക്കുന്നു. नया नियम शुरू ही हुआ था, पर यूहन्ना बपतिस्मा देने वाला यही चाहता है कि परमेश्वर अपने आत्मिक चीजों को वो खोल करके दिखाए और इसी युग में अपने परमेश्वर के पुत्र को इस्तेमाल करे। എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തിന്റെ കാലഘട്ടത്തിൽ ജനിപ്പാനും അല്ല ജീവിപ്പാനും ശുശ്രൂഷിപ്പാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. उसका अर्थ यही था कि पेंतकुस्त के दिनों में पेंतकुस्त का आत्मा पा करके उसी युग में जीने का यही कारण था, इस अर्थ के पीछे। ജനിക്കുന്നതിന് മുമ്പേ ആത്മാവിൽ നിറയപ്പെട്ടവൻ, आज जन्म लेने से पहले आत्मिक रूप से बढ़ने वाला, ആത്മാവിൽ നടന്ന് ശുശ്രൂഷിച്ചവൻ, आत्मा में चलने वाला एक पुरुष യേശു ക്രിസ്തു പറയുന്നു, എനിക്ക് നിന്റെ കയ്യാലുള്ള ആത്മസ്ഥാനവും പ്രാപിക്കണം. यीशु मसीह से कहता है कि मुझे आपके हाथों से बपतिस्मा लेना है। എത്ര സന്തോഷമുള്ള കുടുംബമാണ് യോഹന്നാൻ സ്നാപകന്റെ കുടുംബം. कितना आनंदित एक परिवार है यूहन्ना का परिवार। അവരുടെ ആരംഭം ആത്മാവിൽ, उनकी शुरुआत आत्मा में थी। ആത്മാവിൽ നടക്കുന്നു, ശുശ്രൂഷിക്കുന്നു, आत्मा में चलते हैं, सेवकाई करते हैं। മരണം വരെയും ആത്മാവിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബം സക്കറിയാവ്, എലിസബത്ത്, യോഹന്നാൻ സ്നാപകന്റെ കുടുംബം. मरते दम तक वो आत्मा में रहे एक परिवार था यूहन्ना का। എങ്ങനെ എവിടെ ഏതെല്ലാം അധ്യായം മറിച്ചു നോക്കിയാലും അവരുടെ ജീവിതത്തിൽ എല്ലായിടത്തും ആത്മാവിന്റെ ചലനങ്ങൾ മാത്രം. जहाँ कहीं भी उनके बारे में हम पढ़ते हैं तो वहाँ यही पढ़ते हैं कि आत्मा में वो भरते रहे। ആലയത്തിൽ അവർ വസിക്കുമ്പോൾ ആത്മാവിൽ വസിക്കുന്നു. आराधनालय में थे, वहाँ पे आत्मा की उपस्थिति थी। തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ തിരിച്ച് വീട്ടിലെ അന്തരീക്ഷം ആത്മാവിൽ അവർ ജീവിക്കുന്നു. घर में आते हैं, वहाँ घर में परमेश्वर की उपस्थिति। ഗർഭത്തിൽ എന്ന് പറഞ്ഞാൽ എലിസബത്ത് टोटल आत्माविल निरंजवल। इसका मतलब ये था कि गर्भवती जो एलिशबा थी वो भी आत्मा से भरी हुई थी। ജനിച്ച കുഞ്ഞും ആത്മാവിൽ ജനിക്കുന്നു। जो होने वाला जो बच्चा था वो भी आत्मा में भरा हुआ था। അവരുടെ സംസാരത്തിന്റെ ഭാഷകൾ ആത്മാവിൽ സംസാരിക്കാൻ ആരംഭിക്കുന്നു। उनकी जो भाषा थे आपस में वो आत्मिक रूप से भाषा थी। ഒരു ആത്മീയന് ജനിക്കുവാൻ ജനിച്ച് ജീവിച്ച് വളരുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കുടുംബത്തിനകത്ത് ഒരുക്കിയ സഖറിയാവും എലിസബത്തും। एक आत्मिक पुरुष को बढ़ने के लिए, सेवकाई में बढ़ने के लिए एक पर्यावरण बनाने वाले एक माता पिता थे जकरिया और एलिशबा। വായിച്ചത് കേട്ടോ, അവർ ആനന്ദവും സന്തോഷവും അനുഭവിച്ചവർ। हम पढ़ते हैं ना, वो आनंद और हर्ष पाए हुए थे। ഇപ്രകാരം ആത്മാവിൽ നിന്ന് കുടുംബത്തിനല്ലേ പറയുവാൻ കഴിയൂ ഞങ്ങൾ ആനന്ദവും സന്തോഷമുള്ളവരാണെന്ന്। उससे हम कह सकते हैं कि यही एक परिवार एक आनंदित और हर्ष परिवार है। ഹല്ലേലൂയ। വാർദ്ധക്യം ഉണ്ടായതിനും ശരീരം ക്ഷീണിച്ചിട്ടും ലോകക്കാർ പറഞ്ഞു ഇനി എല്ലാം കഴിഞ്ഞു, ഇനി ഒരു ആശയ്ക്കും വകയില്ല എന്നെല്ലാം ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ അതൊന്നും ഇപ്പോൾ സ്ഥാനമില്ല. ഹല്ലേലൂയ। ദൈവത്തിന്റെ കരം തൊട്ടപ്പോൾ ആ ദുഃഖമെല്ലാം ആനന്ദമായി മാറുകയായിരുന്നു। जानते हैं कि दुनिया वालों ने उससे कई बारे में बुरा भला बोला होगा, पर जकरिया और एलिशबा ने उन सारी बातों को भूल करके इस समाचार को ग्रहण किया कि उनसे एक आत्मिक बच्चा पैदा होने वाला है। നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകും। तुम्हें आनंद और हर्ष होगा। അവർ അനുഭവിച്ചു। वो लोग इस बात को अनुभव किए। ആ ആനന്ദവും സന്തോഷമുള്ള ജീവൻ നയിച്ചിട്ടാണ് അവർ ഭൂമിയിൽ നിന്ന് യാത്രയായത്। एक आनंदित और हर्षित जीवन को व्यतीत करके इस जीवन से बाहर गए थे। ദൈവത്തെ പറയുന്ന രാവിലെ കഥാവിന് സ്വന്തം പറയാമോ? प्रभु की दासों, आज परमेश्वर का धन्यवाद ഒരു ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാതെ നമ്മെ ഹല്ലേലൂയ ഈ ആത്മാവിൽ ജീവിപ്പാൻ വേണ്ടി വിളിച്ചപ്പോഴല്ലേ നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ടായത്।
एक समय था जब हम अंधेरे में थे, पर परमेश्वर ने हमें बुलाया और एक ज्योति में हमें बुलाया है। ആത്മാവിൽ ദൈവം കുഞ്ഞുങ്ങളെ നൽകിയല്ലേ, കുഞ്ഞുങ്ങളെ ഓർത്ത് സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കാം. आत्मा में परमेश्वर ने हमें बच्चे दिए, इसमें परमेश्वर बच्चों का धन्यवाद करें। അവർ ആത്മാവിൽ ജീവിക്കട്ടെ, ഈ ആത്മാവിൽ വളരട്ടെ. वो आत्मा जिए, आत्मा में बढ़ते रहे। ആമേൻ. അവരുടെ ശുശ്രൂഷ നിമിത്തം അനേകർ ദൈവത്തിൽ വരട്ടെ. उनकी सेवकाई में कई सारे लोग परमेश्वर में आने पाए। നിശ്ചയമായ കുഞ്ഞുങ്ങളെ ഓർത്ത് ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. निश्चित रूप से अपने बच्चों के लिए प्रार्थना करें। ആമേൻ. ശുശ്രൂഷ ചെയ്യുന്ന അഭിഷിക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. सेवका करने वाले सारे दासों का, उनके बच्चों का हम प्रार्थना करें। പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരെ വളർത്തട്ടെ ആത്മാവിൽ. पढ़ने वाले सारे बच्चों को परमेश्वर के हाथों में दे दे। അവർ നിമിത്തം ഒരു പുതിയ നിയമം, പുതിയ യുഗം ആരംഭിക്കാൻ പോകുന്നു. उनके द्वारा एक नया युग, नया परमेश्वर का युग आने वाला है। നിശ്ചയമായും നമ്മുടെ കുഞ്ഞുങ്ങൾ പല അന്ധകാരത്തിന്റെ ശക്തികളെയും നീക്കുന്നവരായി അവർ ശുശ്രൂഷിക്കും. निश्चित रूप से हमारे आने वाले बच्चे हमारे नए युग के अंधकार को हटाने वाले बच्चे होंगे। അവർ നിമിത്തം അനേക ആരാധനാലയങ്ങൾ തുറക്കപ്പെടും. उनके द्वारा नए नए आराधनालय बनाए जाएंगे। യേശുവിന്റെ നാമത്തിൽ ആത്മാൽ പ്രവചിക്കാമെന്ന് രാവിലെ എന്റെ കുഞ്ഞുങ്ങൾ നിമിത്തം വലിയ ശുശ്രൂഷ വളർച്ച ഉണ്ടാകും. आत्मिक रूप से आज ये कहें कि मेरे बच्चों के द्वारा बहुत ही बड़ी आत्मिक जागरूकता होने वाली है। യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ പറയാമോ, ഞാൻ അധികം സന്തോഷമുള്ളവനും ഉള്ളവളുമാണ്, കാരണം എന്റെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നടക്കുന്നു. आज आत्मा में कहें कि मैं बहुत ही आनंदित परिवार होने वाला हूँ, क्योंकि मेरे बीच में एक अभिषिक्त हुआ है। യോഹന്നാന്റെ അപ്പനും അമ്മയും ആത്മാവിൽ സന്തോഷിച്ചെങ്കിൽ രാവിലെ നാമം പറയുന്നു, ഞാനും സന്തോഷമുള്ളവനും സന്തോഷമുള്ളവളുമാണ്. अगर यूहन्ना के माता पिता आनंदित है, तो आज हम भी कहें कि मैं भी आनंदित और हर्षित हूँ। ആത്മാവിന്റെ വിഷയത്തിൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങൾ നിമിത്തം നാം വളരെ സന്തോഷമുള്ളവരായിരിക്കണം. आत्मिक रूप से जो भी कार्य हमारे बच्चे करे, उसमें हमें आनंदी होना चाहिए। ഹല്ലേലൂയ. हालेलुया। ആമേൻ. 1-ാം 14-ാമത്തെ വാക്യം വായിച്ച് അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടെ, एक और बार मैं पहले अध्याय के 14 पद पढ़ के बैठना चाहूंगा। നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. तुझे आनंद और हर्ष होगा, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. और बहुत लोग उसके जन्म के कारण आनंदित होंगे। നമ്മുടെ കുഞ്ഞുങ്ങൾ अनेകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. हमारे बच्चे कई सारे लोगों के लिए अनुग्रह के कारण होने पाए। നമ്മുടെ കുഞ്ഞുങ്ങൾ നിമിത്തം अनेകർ സന്തോഷിക്കും. हमारे बच्चों के कारण कई सारे लोग आनंदित होंगे। നമ്മുടെ കുഞ്ഞുങ്ങൾ നിമിത്തം अनेകർ സ്നാനപ്പെടും. हमारे बच्चों के कारण कई सारे लोग बपतिस्मा लेंगे। അനേക ഉണർവുള്ളവർ അല്ലെങ്കിൽ അനേകരെ ആത്മീകരെ ജനിപ്പിക്കുവാൻ കുഞ്ഞുങ്ങൾ ദൈവം ഒരുക്കും. कई सारे आत्मिक पुरुषों को हमारे बच्चे उगाएंगे। ആമേൻ. आमेन। നമ്മളെ സഹായിക്കട്ടെ. परमेश्वर में सहायता करें। നിങ്ങളെ ഓർത്ത് സ്തോത്രം പറയുന്നു. अपने बच्चों के लिए परमेश्वर का धन्यवाद करें। അഭിഷിക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. अभिषिक्तों का धन्यवाद करें। എല്ലാ സഖര്യാവുമാർക്കായി, എല്ലാ എലിസബത്തുമാർക്കുമായി സ്തോത്രം ചെയ്യുന്നു. सारे जकरियाओं का, सारे एलीशबाओं का मैं धन्यवाद ആമേൻ. ഈ ദിവസങ്ങളിൽ ശക്തമായി യോഹന്നാൻ നമ്മുടെ മധ്യേ ശുശ്രൂഷിക്കട്ടെ. आज के दौर पर शक्तिशाली रूप से यूहन्ना हमारे बीच में कार्य करने അവർ पाए। ആത്മാവിൽ നടക്കട്ടെ. वो आत्मा में चलने അവർ पाए, ആത്മാവിൽ പാടട്ടെ. वो आत्मा में गाने അവർ पाए, ആത്മാവിൽ ശുശ്രൂഷിക്കട്ടെ. वो आत्मा में सेवकाई करने അവർ पाए। നിമിത്തം അന്ധകാരത്തെ ശക്തികൾ അവസാനിക്കട്ടെ. उनके कारण शैतान की सारी अंधकार की शक्ति खत्म होने पाए। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ആനന്ദവും സന്തോഷമുള്ള ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ആശംസിക്കുകയും പ്രാർത്ഥന ചെയ്തുകൊണ്ട് വാക്കിൽ നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. आनंदित और हर्ष के साथ जीवन बिताने के साथ मैं अपने शब्दों को विराम देना चाहूंगा। ആമേൻ. आमेन।